ഹലോ ഗൈസ്, ഇൻറോട്സിൻ്റെ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് AI എങ്ങനെയാണ് ഫ്യൂച്ചർ ഹ്യൂമൻസിൻ്റെ ജോബിനെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പം AI റോബോട്ട്സ് ആ ഒരു കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഡിഫറെൻറ്റ് ഗൂഗിൾ ജെമിനി, ChatGPT, ക്ലൗഡ് AI, അപ്പോൾ ഒരുപാട് ടൂൾസ് നമ്മുടെ ഇടയിലേക്ക് വന്നിട്ട് അത് ഒരു ആവശ്യമായ ഘടകമായി മാറിയിരിക്കുന്നു. അതായത് ഇപ്പോൾ ജോലിക്കിടയിലാണെങ്കിലും ഈവൻ നമ്മുടെ ചെറിയൊരു ഷോപ്പിങ്ങിനാണെങ്കിൽ പോലും നമ്മൾ ChatGPT അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു AI ടൂൾ യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ മാറി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഏവർക്കും വരുന്നൊരു സംശയമാണ്, ഇപ്പം ഫ്യൂച്ചറിൽ AI നമ്മൾ ജോബ്സ് കളയുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ശരിക്കും ഇതൊരു ട്രാക്ടർ ഇന്ത്യയിൽ വന്നതോ പിന്നെ ഇൻ്റർനെറ്റ് വന്നതോ ഒക്കെ പോലെയുള്ള ഒരു അഡ്വാൻസ് ഒരു ടെക്നോളജി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് AI വന്നു കഴിഞ്ഞാൽ ശരിക്കും അതൊരു ജോബിനെ അഫക്റ്റ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുറച്ച് ശതമാനം അഫക്റ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ ഇപ്പം ഫ്യൂച്ചറിൽ മത്സരിക്കുന്ന രണ്ട് വിഭാഗക്കാരായിരിക്കും. അതായത് AI അറിയാവുന്ന ആൾക്കാരും അത് യൂസ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരും AI അറിയാത്ത ആൾക്കാരും. ആ ഒരു ഡിഫറൻസിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത് എന്നാണ് തോന്നുന്നത്. പക്ഷേ അതിലും ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം ടെസ്ലയുടെ ഹ്യൂമനോയിഡ് ആയിട്ടുള്ള ഒരു റോബോട്ട് ഓപ്റ്റിമസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു 2025 അവർ ഒരു സെക്കൻഡ് വേർഷൻ പുറത്തിറക്കിയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഹ്യൂമനോയിഡ് ആയിട്ടുള്ള ആ റോബോട്ട് ശരിക്കും ഒരു എഗ്ഗ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, എഗ്ഗ് ബോയിൽ ചെയ്യാനുള്ള ഒരു വീഡിയോ പലരും കണ്ടു കാണും. അപ്പോൾ അതിൻ്റെ കേപ്പബിലിറ്റീസ് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് റോബോട്ട്സിനെ പറ്റി കൂടുതലായിട്ട് നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ പറയാം. പക്ഷേ എനിക്ക് തോന്നുന്നത് AI ഒരിക്കലും ഒരു ഭീഷണിയായിട്ട് മാറില്ല. പക്ഷേ കുറേ റെപ്പറ്റേറ്റീവായിട്ടുള്ള ടാസ്കുകൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു റിസപ്ഷനിസ്റ്റ് ഇരുന്ന് കോൾ അറ്റൻഡ് ചെയ്യും. അപ്പോൾ അത് വേണമെങ്കിൽ ഇപ്പം റെപ്പറ്റേറ്റീവായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ്, ഫോർ എക്സാമ്പിൾ വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഇപ്പം ഒരു ഡോക്ടറുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കുന്നു. അപ്പോൾ അത് ആൻസർ ചെയ്യാൻ ഒരാളിരിക്കുന്നു, അയാളത് റിപ്പറ്റേറ്റീവായിട്ട് പറയുന്നു, എത്ര മണിക്ക് ഡോക്ടർ ഉണ്ടാവും. പക്ഷെ അത് കുറച്ചുകൂടെ കുറച്ചുകൂടി ഈസി ആയിട്ട് ഒരു AIക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അയാളുടെ ആ ഒരു കേപ്പബിലിറ്റി വേണമെങ്കിൽ വേറൊരു ടാസ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ആസ് എ ബിസിനസ് ഓണർ ചിലപ്പോൾ അത് തിങ്ക് ചെയ്യുന്ന ഡിഫറെൻറ്റ് വേയിലായിരിക്കാം. ഇപ്പോൾ ഒരു AIക്ക് ഹൈക്ക് കൊടുക്കേണ്ടി വരില്ല, അത് ഷിഫ്റ്റുകൾ മാറി മാറി ചെയ്യും, അവധി വേണ്ട. സോ അങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ഏരിയകളിൽ ഇത് ജോബിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. എന്നാലും ഒരു പരിധിവരെ ഇത് ഹ്യൂമൻ ഹെൽപ്പ് ആയിട്ടായിരിക്കും വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ ഇത് കമൻറ്റ് രൂപത്തിലൊന്ന് രേഖപ്പെടുത്തുക ഈ വീഡിയോയുടെ താഴെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.